ഹായ്, അപ്പം ഇന്ന് ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ഇത് മീൻകാരൻ വന്നിട്ടുണ്ടായിനി. ഇപ്പോൾ നമ്മൾ കുറച്ച് സൂതമീൻ വാങ്ങിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതിൻ്റെ തലയും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തല ഒന്ന് പുളിയിട്ട് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ അത് ചട്ടിയൊക്കെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടീൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ഒലുവിട്ട് കൊടുത്ത് പിന്നെ തക്കാളിയും പച്ചമുളകും സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് ആ പുളിവെള്ളത്തിൽ വേണം നമുക്ക് ഈ കറി വേവിച്ചെടുക്കാൻ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വെന്ത് വരുന്നേരം നല്ല ടേസ്റ്റ് ആയിട്ടോ. അല്ലെങ്കിൽ മൺചട്ടിയിൽ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ തലയൊക്കെ എങ്ങനെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തലക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതിനിടയിൽ കൂടെ അപ്പോൾ താളുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ താളൊക്കെ കഴിക്കുന്ന ഏറ്റവും നല്ലതാട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ മീൻകറി തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് അമ്മ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. നല്ല താളുകറി, ചൂടുള്ള താളുകറിയും തലക്കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തലക്കറിയൊക്കെ ഉണ്ടാക്കണേ, കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഹായ്, അപ്പം ഇന്ന് ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഇത് മീൻകാരൻ വന്നിട്ടുണ്ടായിനി. ഇപ്പോൾ നമ്മൾ കുറച്ച് സൂതമീൻ വാങ്ങിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതിൻ്റെ തലയും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തല ഒന്ന് പുളിയിട്ട് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ അത് ചട്ടിയൊക്കെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടീൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ഒലുവിട്ട് കൊടുത്ത് പിന്നെ തക്കാളിയും പച്ചമുളകും സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് ആ പുളിവെള്ളത്തിൽ വേണം നമുക്ക് ഈ കറി വേവിച്ചെടുക്കാൻ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വെന്ത് വരുന്നേരം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ മൺചട്ടിയിൽ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ തലയൊക്കെ എങ്ങനെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തലക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനിടയിൽ കൂടെ അപ്പോൾ താളുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ താളൊക്കെ കഴിക്കുന്ന ഏറ്റവും നല്ലതാട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ മീൻകറി തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് അമ്മ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. നല്ല താളുകറി, ചൂടുള്ള താളുകറിയും തലക്കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തലക്കറിയൊക്കെ ഉണ്ടാക്കണേ, കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഹായ്, അപ്പം ഇന്ന് ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഇത് മീൻകാരൻ വന്നിട്ടുണ്ടായിനി. ഇപ്പോൾ നമ്മൾ കുറച്ച് സൂതമീൻ വാങ്ങിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതിൻ്റെ തലയും കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തല ഒന്ന്